ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരുപാട് പരിഷ്കാരങ്ങൾ അധ്യാപകർക്ക് തിരിച്ചടിയാണ്. യഥാർത്ഥ പ്രശ്നം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ഞങ്ങൾ കരുതുന്നു. സത്യത്തിൽ തൊഴിൽ വകുപ്പിന്റെയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കീഴിൽ ക്വാളിഫൈഡ് ആയ ഭിന്നശേഷി അധ്യാപകരുടെ ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റ് അംഗീകരിച്ച് ഗവൺമെന്റ് നിയമനം നടത്തിയാൽ മാത്രമേ ഭിന്നശേഷി അധ്യാപകർക്ക് ജോലി കിട്ടുള്ളൂ. അത് ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ലോ. അവിടെ ജാതി പറയാൻ വന്ന മന്ത്രിയെയും ഗവൺമെന്റിനെയും മന്ത്രിസഭയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് തെറ്റായ ഈ നിലപാട് തിരുത്തണം, ഈ ദുർവാശി ഉപേക്ഷിക്കണം. സർക്കാരിന് ഇതുപോലുള്ള ധൂർത്തും അനാവശ്യമായ കാര്യങ്ങൾക്കും വേണ്ടി പണം ചെലവഴിക്കാൻ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയില്ല. കേരളത്തിലെ പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് നിലനിൽക്കുന്നത്. ഒരു വശത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ചയുടെ വക്കിലാണ് എന്നാണ് വിദഗ്ധരുടെ എല്ലാം തന്നെ അഭിപ്രായം. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ശ്രീ മോൻസ് ജോസഫ് MLA ഈ അധ്യാപക നിയമന പ്രശ്നത്തിൽ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ രംഗത്ത് വന്നിരുന്നു. എന്തായാലും അദ്ദേഹം തന്നെ ഇപ്പോൾ മറുനാടനോട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ്. ഇന്നിപ്പോ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്ന വിവിധ സമരങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ടാണ്. വിവിധ അധ്യാപക സംഘടനകൾ ചേർന്നുകൊണ്ട് സംയുക്ത അധ്യാപക സമരസമിതിയുടെ സമരം തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇന്ന് നടന്നത് KER ഭേദഗതി അടക്കം ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരുപാട് പരിഷ്കാരങ്ങൾ അധ്യാപകർക്ക് തിരിച്ചടിയാണ്. അധ്യാപക സംഘടനകളെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്കാണ് സർക്കാർ പോകുന്നത് എന്ന് വരുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള പ്രതിഷേധം ഇവിടെ ഉയർന്നിരിക്കുന്നു. ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമനം അംഗീകരിക്കുക, അവർക്ക് സ്ഥിര നിയമനം കൊടുത്തുകൊണ്ട് ശമ്പളത്തിന് അർഹത ഉള്ള അവരുടെ ശമ്പളം കൊടുക്കുക, ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തിയത്. നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ഞങ്ങൾ കേരളത്തിലെ 16,000-ഓളം വരുന്ന അധ്യാപകർക്ക് വേണ്ടിയാണ് പടപൊരുതിയത്. 2021 മുതൽ അധ്യാപക നിയമനങ്ങൾ ഗവൺമെന്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും കേരളത്തിൽ ഒരേപോലെയുള്ള സേവനമാണ് ചെയ്യുന്നത്. ഇവിടെ സർക്കാർ സ്കൂളും എയ്ഡഡ് സ്കൂളും എല്ലാം ചേരുമ്പോഴാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയും വിവേചനവുമാണ് സർക്കാർ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ അധ്യാപക നിയമനം നടത്തണമെന്ന് ഞങ്ങൾ പറയുന്നത് സർക്കാരിന് നിസ്സാരമായി പരിഹരിക്കാവുന്ന കാര്യമാണ്. പരിഹരിക്കാത്തതിന്റെ കാരണം വിവിധ മുടന്തൻ ന്യായങ്ങൾ ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ പ്രശ്നം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ കൊണ്ട് സർക്കാർ നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി എത്തിച്ചിരിക്കുകയാണ്. തകർന്ന് തരിപ്പണമായ ഈ ധനസ്ഥിതിയുടെ മുമ്പിൽ സർക്കാരിന് കയ്യും കെട്ടി നിൽക്കാനേ കഴിയുന്നുള്ളൂ എന്നതാണ് ഞങ്ങൾ കാണുന്ന ഒരു വസ്തുത. മറുഭാഗത്ത് സർക്കാരിന്റെ ധാർഷ്ട്യവും ധിക്കാരമുണ്ട്. കാരണം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ NSS മാനേജ്മെന്റിന് അനുകൂലമായി വിധി കിട്ടി. വിധി കിട്ടിയപ്പോൾ ഇപ്പൊ സർക്കാർ NSSന് ഒരു ആനുകൂല്യം ചെയ്തു കൊടുത്തൊന്നുമല്ല. NSS നീതിപൂർവമായി അവരുടെ എല്ലാവരും ഉന്നയിക്കുന്ന കാര്യം തന്നെ നടപ്പാക്കിയെടുക്കാൻ വേണ്ടി NSS പ്രത്യേകമായി കോടതി പോയപ്പോൾ കോടതി കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് NSSന്റെ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ NSS മാനേജ്മെന്റിന്റെ കീഴിലുള്ള അധ്യാപകർക്ക് സ്ഥിര നിയമനം കിട്ടി. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തു. നല്ല കാര്യമാണ്. ഇത് ബാക്കിയുള്ളവർ കൊണ്ട് നടപ്പാക്കിയ പ്രശ്നം തീർന്നു. അപ്പോൾ മറ്റു മാനേജ്മെന്റുകളും കോടതിയിൽ പോയി. അവർ കോടതിയിൽ പോയപ്പോൾ കോടതി പറഞ്ഞു ഇത് സമാന സ്വഭാവമുള്ള എല്ലാവർക്കും NSS മാനേജ്മെന്റിന്റെ കാര്യത്തിൽ വന്ന വിധി ബാധകമാണ്. ഒരേ വിഷയമാണല്ലോ, ഒരേ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് സമാന സ്വഭാവമുള്ള എല്ലാ അധ്യാപകർക്കും ഇത് കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തണം. അപ്പോഴാണ് ഭിന്നശേഷി ക്വാളിഫൈഡ് അധ്യാപകരുടെ പ്രശ്നം വന്നു. അതിൽ സംവരണം സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സംവരണം പാലിക്കാൻ തയ്യാറാണെന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റും മറ്റെല്ലാ മാനേജ്മെന്റുകളും ഇൻഡിവിജ്വൽ മാനേജ്മെന്റും ഒക്കെ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തന്നെയുമല്ല അവരെല്ലാം ഭിന്നശേഷി നിയമനത്തിന് വേണ്ടിയുള്ള ആ നിശ്ചിത കോട്ട മാറ്റിയിട്ടിരിക്കുകയാണ്. അതിൽ നിയമനം നടത്താൻ ആർക്കും കഴിയില്ല. അതിൽ നിയമനം നടത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. സത്യത്തിൽ തൊഴിൽ വകുപ്പിന്റെയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കീഴിൽ ക്വാളിഫൈഡ് ആയ ഭിന്നശേഷി അധ്യാപകരുടെ ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റ് അംഗീകരിച്ച് ഗവൺമെന്റ് നിയമനം നടത്തിയാൽ മാത്രമേ ഭിന്നശേഷി അധ്യാപകർക്ക് ജോലി കിട്ടുള്ളൂ. ആ കടമ സർക്കാർ നിർവഹിക്കണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഭിന്നശേഷി അധ്യാപകരെയും ഗവൺമെന്റ് വഞ്ചിച്ചിരിക്കുകയാണ്. 16,000-ഓളം വരുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് നീതി നിഷേധിച്ച സർക്കാരിന്റെ നിലപാട് തിരുത്തണം എന്നതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം. ഇതിനുവേണ്ടി ശക്തമായ പോരാട്ടങ്ങൾ ഇപ്പോൾ അധ്യാപക സംഘടന നടത്തി കഴിഞ്ഞു.
എല്ലാവരും നടത്തി. അപ്പോൾ ഉടനെ പറയുകയാണ് ജാതിക്കാടാണ് മന്ത്രി ഗവൺമെൻറ്റും പറയുന്നത്, ക്രിസ്ത്യാനിയുടെയാണ് കൊടുക്കണ്ടേ. അർഹതയുള്ള ആരാണോ അവർക്ക് കൊടുക്കണമല്ലോ. അത് ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ലോ. അവിടെ ജാതി പറയാൻ വന്ന ഗവൺമെൻറ്റിനാണ്, മന്ത്രിയെയും ഗവൺമെൻറ്റിനെയും മന്ത്രിസഭയാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ്. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഇത് ക്രിസ്ത്യാനിയുടെയോ ഏതെങ്കിലും സമുദായത്തിൻ്റെയും മാത്രം വിഷയമല്ല. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ കൂടുതൽ വിദ്യാലയങ്ങളുണ്ടായത് സ്റ്റേറ്റിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി സഭ ചെയ്ത ഏറ്റവും വലിയ സേവനമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ആ ഒരു വസ്തുത മറച്ചു പിടിച്ചുകൊണ്ട് ഗവൺമെൻറ് ഇതിൽ കാണിച്ച കള്ളക്കളി തിരുത്താൻ തയ്യാറാകണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളുണ്ട്, മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളുണ്ട്, ഹിന്ദു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റുകളുണ്ട്. ഇവിടെ എല്ലാം ഉള്ള ആളുകൾ ഈ ശമ്പളം കിട്ടാതെ നിയമന അംഗീകാരം കിട്ടാതെയും പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് തെറ്റായ ഈ നിലപാട് തിരുത്തണം, ഈ ദുർവാശി ഉപേക്ഷിക്കണം. അർഹതപ്പെട്ട എല്ലാം ഇതിവിടെ സത്യം പറഞ്ഞാൽ ദിവസക്കൂലിക്ക് അധ്യാപകർ 4 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഒരു അനുകൂലമായ നിലപാടെടുക്കണം. അർഹതപ്പെട്ട മുഴുവൻ അധ്യാപകർക്കും നിയമന അംഗീകാരം കൊടുക്കണം. അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അവർക്ക് ശമ്പളം ലഭ്യമാവുന്ന സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന ഗുരുതരമായ ഈ പ്രശ്നത്തിന്, ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി സർക്കാർ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഇതിൽ ഒരു കാരണമാണെന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ലല്ലോ. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉള്ളതെങ്കിൽ ഇവിടെ PSC മെമ്പർമാരുടെ ശമ്പളം 4 ലക്ഷം രൂപയായിട്ട് എന്തിനാ കൂട്ടിയേ? സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണെങ്കിൽ ഇപ്പോൾ കേരളമൊട്ടാകെ ഏറ്റവും വലിയ ഒരു മാമാങ്കം ഇവർ നടത്തിയല്ലോ. എല്ലാ മണ്ഡലങ്ങളിലും പോയി 140 മണ്ഡലങ്ങളിൽ ജനസദസ്സ് വെച്ചു. എത്ര കോടി രൂപ പോയി? സത്യത്തിൽ അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ ഭക്തന്മാരാരും അങ്ങോട്ട് വന്നില്ല. സർക്കാർ എത്ര രൂപ അവിടെ ദൂർത്തടിച്ചു? എന്തുമാത്രം കാര്യങ്ങൾക്കാണ് ഇവിടെ ഇപ്പോൾ കേരളം ഒട്ടാകെ വികസന സദസ്സ് എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പറഞ്ഞേക്ക് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവാ. ഈ നേരത്ത് എന്ത് സദസ്സ് നടത്താനാണ്? നടത്തിയിട്ട് എന്താ കാര്യം? ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സമിതിയെ കൊണ്ട് ഇനി ഏതെങ്കിലും കാര്യം നടപ്പാക്കാൻ പറ്റുമോ? ജനങ്ങളുടെ പ്രപ്പോസൽ ചോദിക്കുകയാണ്. ജനങ്ങളുടെ പ്രപ്പോസൽ നേരത്തെ ഇവർ വികസന സദസ്സ് നടത്തിയപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്നപ്പോൾ നിരവധി ആളുകൾ കൊടുത്തു. അത് ചാക്കി കെട്ടി കളക്ടറിൽ കൊണ്ടിട്ടിരിക്കുക. ഇതിനൊക്കെ എവിടെ പരിഹാരം ഉണ്ടായേ? അപ്പം ഇപ്പോൾ വീണ്ടും ഒരു പഞ്ചായത്തിൽ നിന്ന് 2 ലക്ഷം രൂപ വരെ ചെലവഴിക്കാം, 4 ലക്ഷം രൂപ വരെ കൂടുതലായിട്ട് ചെലവഴിക്കാം. 4 ലക്ഷം രൂപ ഒരു പഞ്ചായത്തിൽ ചെലവഴിക്കാൻ സർക്കാരിന് കാശുണ്ട്. സർക്കാരിന് ഇതുപോലുള്ള ധൂർത്തും അനാവശ്യമായ കാര്യങ്ങൾക്കും വേണ്ടി പണം ചെലവഴിക്കാൻ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയില്ല. കേരളത്തിലെ പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. നമ്മുടെ തൊട്ടപ്പുറത്ത് ആശാ വർക്കർമാർ സമരം ചെയ്യുകയാണ്. അവർ ചെറിയ ഓണറേറിയം ചോദിച്ചിട്ട് കൊടുക്കാൻ സർക്കാരിൻ്റെ കാശില്ല. അധ്യാപകർ ചോദിക്കുന്നു, അവർക്ക് നിയമന അംഗീകാരമില്ല. അവ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറയുന്നതും സർക്കാരിൻ്റെ മറ്റൊരു തട്ടിപ്പാണ്. പരിഹരിക്കണമെന്ന് വെച്ചാൽ പരിഹരിക്കാം, അതിനുള്ള ഒരു ആത്മാർത്ഥത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ശത്രുപക്ഷത്താണ് ഇപ്പോൾ ഈ എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് സ്കൂളുകളെ ഗവൺമെൻറ് കാണുന്നത്. അതുകൊണ്ട് മന്ത്രിമാർ വെല്ലുവിളിയൊക്കെ അങ്ങ് നിർത്തിയിട്ട് ഇത് പരിഹരിക്കാൻ വേണ്ടിയുള്ള അഭിപ്രായ സമന്വയത്തിൻ്റെ പാതയിലേക്ക് സർക്കാർ വരട്ടെ. എല്ലാവരും സഹകരിക്കും. അതുകൊണ്ട് ഇവിടെ ഭീഷണിയുടെ സ്വരമല്ല, സമന്വയത്തിൻ്റെ സ്വരമാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു സമന്വയമുണ്ടാക്കാൻ ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ബന്ധപ്പെട്ടവരോട് ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നു തരിപ്പണായി, പൊതുവിദ്യാഭ്യാസ മേഖലയും ഇപ്പോൾ തകരുകയാണ്. ഇത് രണ്ടും കൂടെ തകർന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയുടെ രക്ഷയ്ക്ക് വേണ്ടി ആവശ്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ ഗവൺമെൻറ് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരത്തെ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഗവൺമെൻറ് നിലപാട് തിരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരവും ഞങ്ങൾ മുന്നോട്ട് പോകും.